Good morning. Good morning, teacher. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ വരാൻ നോക്കാം കേട്ടോ. Okay. Okay. നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിന്റെ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ചാപ്റ്റർ 49 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് ഇനി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്. കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ten use of computers in hospitals. മെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻസ്. ഓരോ പേഷ്യൻസിന്റെയും അവരുടെ ഇൻഫർമേഷൻസ് നമ്മൾ എവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞ് ഇലക്ട്രോണിക്കലി ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞു. എന്തിന്റെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓരോ കമ്പ്യൂട്ടേഴ്സിന്റെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യണത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സ്റ്റോർ ചെയ്യുന്നതും അതേപോലെ അപ്ഡേറ്റ് ചെയ്യണതൊക്കെ എന്തിലാണ്, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലേക്കാണ് ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് കയറ്റുന്നത്. Patients' information is kept organized, safe and readily available on computer. നമ്മുടെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ഓർഡറിൽ സേഫ് ആയിട്ട് അതേപോലെ റെഡി അവൈലബിൾ, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അക്സസ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനത്തെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഈ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്തിടും, അപ്ഡേറ്റ് ചെയ്തിടും. In emergency, medical staff need to quick access to പേഷ്യന്റ് റെക്കോർഡ്. എന്തെങ്കിലും എമർജൻസി കേസ് വരികയാണെങ്കിൽ മെഡിക്കൽ സ്റ്റാഫ്സിന് എന്താണ്, പേഷ്യന്റിന്റെ റെക്കോർഡ് അക്സസ് ചെയ്യാനുള്ള എന്തുണ്ട്, പവർ ഉണ്ട്. There are lesser risk of data loss or mismatch while using a computer. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അപ്പൊ അവിടെ എന്താണ്, നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ ഡാറ്റാസ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം സിസ്റ്റത്തിലേക്ക് കയറ്റിയിടുമ്പോൾ ഇൻഫർമേഷൻ എപ്പോഴും അവിടെ സ്റ്റോർ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇനിയിപ്പോ അത് ഡിലീറ്റ് ആയി പോയാലും നമ്മുടെ റീസൈക്കിൾ ബിന്നിലേക്ക് പോയിട്ടുണ്ടാവുള്ളൂ. നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ പോയിട്ട് എന്ത് ചെയ്തെടുക്കുക, റീസൈക്കിൾ ചെയ്ത് ഡാറ്റാസ് എടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ എവിടെയുണ്ട്, കമ്പ്യൂട്ടറിൽ ഉണ്ട്. അതേസമയത്ത് പേപ്പർ റെക്കോർഡിലാണെങ്കിൽ ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എന്ത് ചെയ്തെടുക്കാൻ പറ്റില്ല, റീസൈക്കിൾ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ എന്താണ്, നമുക്ക് കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മുടെ ഡാറ്റ ലോസ് കുറവായിരിക്കും. അതേപോലെ തന്നെ മിസ്മാച്ച് വൈൽ യൂസിങ് എ കമ്പ്യൂട്ടർ. ഇപ്പൊ പേഷ്യൻസ് ഒക്കെ മിസ്മാച്ച് ആയി പോകാൻ ചാൻസ് കുറവാണ് ഇവിടെ കമ്പ്യൂട്ടറിൽ. കാരണം നമ്മൾ ചില ഹോസ്പിറ്റലിലൊക്കെ ഒരു പേരിൽ തന്നെ ഒന്നിൽ കൂടുതൽ പേഷ്യൻസ് ഉണ്ടാവും. ഇപ്പൊ സുരേഷ് ആണെങ്കിൽ ഒരു 3-4-5 സുരേഷ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവും. ഇതിൽ 2 സുരേഷ് എന്താണ്, സെയിം അസുഖത്തിനായിരിക്കും ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരാനുള്ളതും മിസ്മാച്ച് വരാനുള്ളത്, പേഷ്യന്റ് റെക്കോർഡുകൾ തമ്മിൽ മിസ്മാച്ച് വരാനുള്ള ചാൻസും എവിടെ കൂടുതലാണ്, നമ്മുടെ പേപ്പർ ബേസ്ഡ് സിസ്റ്റത്തിലാണെങ്കിൽ കൂടുതലാണ്. ഈ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇപ്പൊ ഏത് സുരേഷ് ആണെന്നുള്ളത് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. എസ് സുരേഷ് ആണെങ്കിൽ എസ് സുരേഷ് എന്ന്, അതേപോലെ എം ഇൻഷ്യലും കൂടി കൂട്ടി എഴുതിയിട്ടുണ്ടാവും. എം സുരേഷ് ആണെങ്കിൽ എം സുരേഷ് എന്ന് കൂടി എവിടെ ഇൻഷ്യലും കൂടി കൂട്ടി എവിടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മിസ്മാച്ച് വരാനുള്ള ചാൻസ് എവിടെ കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ കുറവാണെന്നാ പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യണമെങ്കിൽ മിസ്മാച്ച് വരാനുള്ള ചാൻസ് കുറവാണ്. അടുത്തതാണ് മോണിറ്ററിങ് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട്. പേഷ്യൻസ് ഇപ്പൊ നമ്മ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ നൗ യൂട്ടിലൈസ് ദ
doctors to keep track of vital signs such as heart rate and blood pressure. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല എന്താ പറയാ കുറച്ചുകൂടി കെയർ ഒക്കെ ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സിസ്റ്റത്തിൽ അവരുടെ ഹാർട്ട് റേറ്റ് കൂടണതും അതേപോലെ ഹാർട്ട് റേറ്റ് എത്രയാണ്, അതേപോലെ അവരുടെ ബ്ലഡ് പ്രഷർ എത്രയെന്നൊക്കെ നമ്മുടെ നമ്മുടെ ശരീരവും അതുമായിട്ട് ആ മെഷീനായിട്ട് കണക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുടെ മെഡിക്കൽ ഡാറ്റാസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യാം, ഡോക്ടറിനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Additionally, the computer monitoring system collects helpful patient data. അതേപോലെ തന്നെ ഇത് കൂടാണ്ട് എന്താണ് കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സിസ്റ്റം എന്താണ് ഒരുപാട് ഡാറ്റാസ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. It is possible to get back this data for future use in research or other purposes. വേറെ എന്തെങ്കിലും പർപ്പസിനോ അല്ലെങ്കിൽ റിസർച്ചിനോ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് മെഡിക്കൽ റിസർച്ച് ആണ് പറയുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ മെഡിക്കൽ റിസർച്ച് ഒക്കെ കുറച്ചുകൂടി എന്താ വേണ്ടത്, പോസിബിൾ ആവേണ്ടത്. ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് എ സർട്ടൻ അലൈൻമെന്റ് ഓഫ് ക്ലിനിക്കൽ may now such medical data, the capacity of the medical staff to get എന്താ പറയണത്, കൂടുതലായിട്ട് അസുഖങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഒരു സിംറ്റംസ് ഒരു പേഷ്യന്റിന് ഒരു പർട്ടിക്കുലർ സിംറ്റംസ് കാണിക്കണമെങ്കിൽ ആ സിംറ്റംസ് ഒക്കെ എന്തൊക്കെ അസുഖങ്ങൾ വരുത്താൻ പറ്റും, ആ സിംറ്റംസ് ഒക്കെ ഏതൊക്കെ അസുഖങ്ങൾക്ക് കാരണമാവുന്നു എന്ന് നമുക്ക് എന്ത് നോക്കാം, കമ്പ്യൂട്ടർ നോക്കി മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പൊ എന്താണ് മെഡിക്കൽ ഡാറ്റാബേസ് അല്ലെങ്കിൽ സെർച്ച് നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ, ഭയങ്കരമായിട്ട് പനിയും ഫിക്സും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ അസുഖം ഏതാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ നോക്കി നമുക്ക് അസുഖം ഏതാണെന്ന് കണ്ടെത്താനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ the capacity of the medical staff to get and apply knowledge is being improved using computer in healthcare. മെഡിക്കൽ സ്റ്റാഫിന് എന്താണ് അവരുടെ നോളജ് കൂടാനായിട്ട് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരാള് ഇരുന്ന് എന്താണ് റിസർച്ച് നടത്തണം അല്ലെങ്കിൽ ഒരു അസുഖത്തിനെ കുറിച്ച് പഠനം നടത്തണേന് അവിടെ കാണേട്ടാ ഇമേജ്. ഇനി അടുത്തതാണ് ഇൻവെന്ററി ട്ടാ. നമുക്ക് മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ എന്തിന്റെ ഇൻവെന്ററിയാണ് ആവശ്യമുള്ളത്, മെഡിസിന്റെ ഇൻവെന്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ആണ് കേട്ടോ. ഈ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻസ് ഒരു ഇത്ര ലിമിറ്റ് വരെ നമ്മൾ ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എമർജൻസി മെഡിസിൻസ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വരും. അതും പിന്നെ എന്താണ് സർജിക്കൽ എക്യുപ്മെന്റ്സ് അതുപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമുണ്ട്. അതിന്റെയൊക്കെ ഒരു സ്റ്റോക്കാണ് ഇവിടെ ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻവെന്ററി മാനേജ്മെന്റും എന്തുകൊണ്ട് പോസിബിൾ ആവുന്നുണ്ട്, കമ്പ്യൂട്ടർ കൊണ്ട് നമുക്ക് പോസിബിൾ ആവുന്നുണ്ട്. നോയിങ് വാട്ട് മെഡിസിൻസ് ആർ ഓൺ ഹാൻഡ് ഈസ് വെരി നെസസറി ഫോർ ദ പേഷ്യന്റ് തെറാപ്പി. അപ്പം നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ മെഡിസിൻസ് ആണ് ഓരോ പേഷ്യൻസിന് വേണ്ടതും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ പ്രോസസ് മൈറ്റ് ബി സ്ലോ ഡൗൺ ഇഫ് ദ ഡോക്ടർ പ്രിസ്ക്രൈബ് മെഡിസിൻ ദാറ്റ് ഈസ് നോട്ട് ഇൻ സ്റ്റോക്ക്. അപ്പൊ എന്താണ്, ഇപ്പൊ ഡോക്ടർ സ്റ്റോക്കിനെ കുറിച്ച് അറിയാണ്ട് ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു, അത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പ്രോസസ്, ആ മരുന്ന് കൊടുത്ത അസുഖം മാറ്റാനുള്ള ആ ഒരു പ്രോസസ്സ് സ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ അത് പിന്നെ ഓർഡർ ചെയ്ത് വരാനും നമുക്ക് ഒരുപാട് ടൈം എടുക്കും. നല്ലൊരു ഇൻവെന്ററി മാനേജ്മെന്റ് ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ആ സ്റ്റോക്ക് തീരുന്നത് അത് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് അത് ഓർഡർ ചെയ്ത് നേരത്തെ എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ അത് എന്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടർ എഴുതുന്ന മരുന്നുകൾ നമുക്ക് എവിടെ നിന്ന് കൊടുക്കാൻ പറ്റും, നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട് പേഷ്യന്റിന് പെട്ടെന്ന് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അസുഖം മാറി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ആ മെഡിസിൻ ആ സമയത്ത് ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. Thus, it is important to keep an inventory list up to date. എന്താ പറയുന്നത്, നമ്മുടെ ഇൻവെന്ററി അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫർമേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യണം. ഇത്ര സ്റ്റോക്ക് ഇൻവെന്ററി ഉള്ളൂ നമ്മുടെ കയ്യിൽ, അപ്പൊ അതുകൊണ്ട് അത് ഓർഡർ ചെയ്യണം. അല്ലെങ്കിൽ ഇത് സ്റ്റോക്ക് കൂടുതലാണ്, അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്താൽ മതി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്തിടാൻ പറ്റും, സ്റ്റോർ ചെയ്തിടാൻ പറ്റും. In the meanwhile, inventory control is deceived for hospital and medical facilities. അപ്പൊ എന്താണ് ഇപ്പൊ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും മെഡിക്കൽ ഫെസിലിറ്റീസിനെ സംബന്ധിച്ചും. Therefore, inventory managers can track the stock level through to the computers. അപ്പൊ എന്താണ് ഇൻവെന്ററി മാനേജേഴ്സിന് സ്റ്റോക്ക് ലെവൽ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എന്താണ് മെഡിസിൻസ് ഒക്കെ എന്ത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെഡിസിന്റെ അളവ് കമ്പ്യൂട്ടറിൽ കുറഞ്ഞതായിട്ട് കാണിക്കും. ഇത് മെഡിസിൻസ് കുറഞ്ഞതായിട്ട് കാണിക്കും. അപ്പൊ എന്താണ് ഇൻവെന്ററി മാനേജർക്ക് എന്ത് ചെയ്യുക, ആ സ്റ്റോക്ക് പുതുതായിട്ട് ഓർഡർ ചെയ്ത് വരുത്താനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും.
ഇനി യൂസ് ഇൻ സർജിക്കൽ പ്രൊസീജിയേഴ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടേഴ്സ് ഇപ്പൊ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം മൾട്ടി ഫേറ്റഡ് ടാസ്ക് വിത്ത് ആക്യുറസി. നമ്മളെക്കാളും ആക്യുറേറ്റ് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ടാസ്ക് ഒരുമിച്ച് ചെയ്യുകയൊക്കെ ചെയ്യും. സോ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഓപ്പറേറ്റിംഗ് റൂം ക്യാൻ സേവ് ലൈഫ്. അതുകൊണ്ട് കമ്പ്യൂട്ടർ റൂമിൽ എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയുടെ ലൈഫ് പോലും എന്ത് രക്ഷപ്പെടുത്താൻ പറ്റും. കാരണം BP ഒക്കെ പെട്ടെന്ന് മോണിറ്റർ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. BP കൂടുന്നുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഫോർ കംപ്ലീറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെന്റ് സർജൻസ് ഡിപ്പെൻസ് ഓൺ കമ്പ്യൂട്ടർ. കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പും സർജൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റൽ. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് പറയുന്നത്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഇമേജിംഗ്. എന്താണ് മെഡിക്കൽ എക്യുപ്മെന്റ്സും ഇമേജിനൊക്കെ നമ്മൾ എന്തോ യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒന്ന് എന്തിനു പോയിട്ടുണ്ടാകും, ഒരു അൾട്രാസൗണ്ട് സ്കാനോ അല്ലെങ്കിൽ CT സ്കാനോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയെങ്കിലും ഒരു ലാബിൽ പോയിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ അവിടങ്ങളിലൊക്കെ എന്താണ്, കമ്പ്യൂട്ടർ ഉണ്ടാകും. ഇപ്പൊ സ്കാനിന്റെ ഒക്കെ സ്ഥലത്താണെങ്കിൽ അവര് സ്കാൻ ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് മോണിറ്റർ ചെയ്യണം. എങ്ങനെയാണ് ഇമേജ് ഒക്കെ കാണുന്നത് കമ്പ്യൂട്ടറിലാണ്. ഇമേജ് ഒക്കെ കാണുന്നത് എങ്ങനെയാണ്, കമ്പ്യൂട്ടറിലേക്കാണ് ആ ഇമേജ് കണ്ടത്. കമ്പ്യൂട്ടേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ടു ഓപ്പറേറ്റ് മെഡിക്കൽ മെഷീനറി ദാറ്റ് കണ്ടക്ട് ക്രൂഷ്യൽ മെഡിക്കൽ ടെസ്റ്റ്. അപ്പൊ എന്താണ്, നമ്മളിപ്പോ കമ്പ്യൂട്ടേഴ്സ് മെഡിക്കൽ ടെസ്റ്റ് നടത്താൻ, ക്രൂഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റ് നടത്താനായിട്ട് യൂസ് ചെയ്തിട്ട് ഇൻക്ലൂഡിങ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നത് പറയുന്നത്, സോണോഗ്രഫി, പിന്നെ CT സ്കാന്, MRI സ്കാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ബ്ലഡ് ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ടും നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. Doctors also utilize computer to display their findings and describe the illness or course of therapy. അപ്പൊ നമ്മൾ ഡോക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് എന്ത് കാര്യങ്ങൾ, അവരുടെ ഫൈൻഡിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. അവരുടെ ഫൈൻഡിങ്സ് പറയാനും അതേപോലെ അവരുടെ ഇൽനെസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിൽ വെച്ച് കുറച്ച് ഇമേജ് കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഇൽനെസ് ഇത്രയും ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് കാണുകയും കൂടിയാണ് ആ ഇമേജുകൾ. അതെല്ലാം നേരിട്ട് പറയുന്നേക്കാളും കൂടുതൽ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. കോഴ്സ് ഓഫ് തെറാപ്പി, അത് ഈ പറയുന്ന കോഴ്സിൽ കൂടെ ഒക്കെ കടന്നു പോകണമെന്ന് പറയാനും എന്ത് യൂസ് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യേണ്ടത്. കമ്പ്യൂട്ടർ മേ ബി യൂസ്ഡ് ഫോർ 3D മോഡലിംഗ് ആൻഡ് ഡ്രോയിങ്. അതേപോലെ തന്നെ 3D മോഡലിംഗിനും ഡ്രോയിങ്ങിനും വേണ്ടിയിട്ടും എന്ത് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തെന്നാണ് പറയുന്നത്. അടുത്താണ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത് കമ്പ്യൂട്ടർ എവിടെ യൂസ് ചെയ്യണത്, കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലാണ് യൂസ് ചെയ്യണത്. ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്തിരിക്കുന്ന ഡോക്ടറിന്റെ അടുത്ത് ഉപദേശം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു അഭിപ്രായമോ അങ്ങനെ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ എന്താ പറയാ, നമുക്ക് അത്യാവശ്യം നല്ല എക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു എന്തുണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ പോലും ഒരു ഓപ്പറേഷൻ പോലും ഒരുപാട് ദൂരം നിന്ന് നടത്താനായിട്ട് പറ്റും. എന്തുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, അതേപോലെ നല്ല നെറ്റ്വർക്ക് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ വഴി എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നോക്കാട്ടാ. The use of computer for communication amongst the healthcare professional help the staff and make their job easier because they are sometimes quite busy. എന്താ പറയുക, അവരുടെ നല്ല കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ വഴി നന്നായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാഫിന്റെ ജോലി കുറച്ചും കൂടി ഈസിയർ ആക്കുക പറയണേ. ഹെൽത്ത് കെയർ സ്റ്റാഫ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ റിയൽ ടൈം ചാറ്റ് ഓൺ കമ്പ്യൂട്ടർ ടു ഷെയർ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു റിസീവ് ടെക്സ്റ്റ് ഓർ പോസ്റ്റ് ഇൻ നോട്ട്. പോസ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നേക്കാളും കുറച്ചും കൂടി പ്രിഫറബിൾ ആണ് എന്ത്, നമ്മളിപ്പം നേരിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. കമ്പ്യൂട്ടർ വഴി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുക്കണ പോലെ തന്നെ അവരെന്ത് ചെയ്യും, ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാറ്റിംഗ് ആപ്പ് വഴി അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പാസ് ചെയ്യും. അവരുടെ ഫൈൻഡിങ്സ് അവരുടെ ഫൈൻഡിങ്സ് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ എന്താണ്, അവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാനും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. പേഷ്യൻസിന്റെ കാര്യങ്ങളാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് ടെലിമെഡിസിൻ. ഇപ്പൊ ഞാൻ ഒരുപാട് ദൂരെയാണ് എന്ത് ചെയ്യണത് ഉള്ളതെങ്കിൽ എനിക്ക് ഡോക്ടറിനെ കാണണം, ഡോക്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്റെ അസുഖത്തിനെ കുറിച്ച് പറയണം എനിക്ക്. പക്ഷെ ഡോക്ടറിന്റെ അടുത്തേക്ക് നേരിട്ട് എത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് ട്രാവൽ ചെയ്ത് പോകണം. അപ്പൊ
വേറെ കൺട്രിയിലൊക്കെ എന്റെ ഡോക്ടറെങ്കിൽ എന്താണ് എനിക്ക് ടെലിമെഡിസിൻ വഴി അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്റെ ഇൽനെസിനെ കുറിച്ചും അതേപോലെ തന്നെ ടെസ്റ്റിന്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ കൊറോണ ഒക്കെ വന്ന സമയത്ത് ടെലിമെഡിസിൻ കുറച്ചും കൂടി എന്തായിരുന്നു ഭയങ്കരമായിട്ട് എന്താ പറയാ എസ്റ്റാബ്ലിഷ്ഡ് ആയത് കേട്ടോ കൊറോണയുടെ ടൈമിൽ. കാരണം നേരിട്ട് ഡോക്ടർമാരുടെ അടുത്തൊന്നും ആരും പോകുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഓൺലൈൻ വഴി ഡോക്ടർമാരെ കണ്ട് അതിന് അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെയായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത് കേട്ടോ. The act of treating the patient remotely while neither the patient nor the practitioner is present physically is considered to be telemedicine. എന്താ പറയണത് ഇവിടെ പേഷ്യൻസോ എന്തില്ല നമ്മൾ പേഷ്യൻസ് റിമോട്ട്ലി ആണ് ഒരുപാട് ദൂരെയാണോ അല്ലെങ്കിൽ ഒരുപാട് ദൂരെയാണെങ്കിൽ പേഷ്യൻസിന് നേരിട്ട് എത്തിച്ചെല്ലാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഡോക്ടറിന് നേരിട്ട് എത്തിച്ചെല്ലാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരെയാണെങ്കിൽ നമുക്ക് ടെലിമെഡിസിൻ ഇതിന് ഹെൽപ്പ് ചെയ്യും. Doctors may now connect with the patient and their medical personnel stand to the computer and cell phone. ഇപ്പൊ ഡോക്ടേഴ്സിന് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റും പേഷ്യന്റിനെ നേരിട്ട് എത്തിച്ചെല്ലണമെന്നില്ല. അല്ലാത്ത രീതിയിൽ സെൽഫോണോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറോ വഴി അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അസുഖങ്ങൾ മനസ്സിലാക്കി ഡോക്ടർക്ക് ഈ സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്ന് എന്ത് ചെയ്യാൻ പറ്റും പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡ്യൂറിങ് നാച്ചുറൽ കലാമിറ്റീസ് ടെലിമെഡിസിൻ ഇസ് ക്രൂഷ്യൽ ആസ് വെൽ. നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് ടെലിമെഡിസിൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യണത് നമ്മൾ പറഞ്ഞില്ല. കൊറോണയുടെ സമയത്ത് ടെലിമെഡിസിൻസ് ആയിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അടുത്ത് തന്നെ പോകാനൊന്നും പറ്റില്ല. ലോക്ക്ഡൌൺ ആയിരുന്നല്ലോ ആ സമയത്ത്, നമുക്ക് എത്തിച്ചെല്ലാൻ പറ്റൂലായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ അസുഖങ്ങൾക്ക് ട്രീറ്റ് ചെയ്തിരുന്നത് ഇങ്ങനെ ടെലിമെഡിസിൻ വഴിയായിരുന്നു ട്രീറ്റ്മെന്റ് എടുത്തിരുന്നത്. നെക്സ്റ്റ് ആണ് കസ്റ്റമർ സർവീസ്. നമ്മിപ്പം ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ ഫോൺ ചെയ്തൊക്കെ ചോദിക്കും. വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഫോണൊക്കെ ചെയ്ത് എന്ത് ചെയ്യും ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ ചോദിക്കും. അത് AI ആയിരിക്കും. The hospital now use automatic system like artificial intelligence AI to provide regular customer service to the patient. അപ്പൊ എന്താണ് ഇപ്പൊ AI ഒക്കെ യൂസ് ചെയ്ത് ഒരുപാട് ഹോസ്പിറ്റൽസ് നല്ല രീതിയിൽ കസ്റ്റമർ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ചിലപ്പോ പേയ്മെന്റ്സിന്റെ കാര്യമായിരിക്കും. എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിനോട് പറയാനുണ്ടോ, അതേപോലെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. എന്നാലും കൂടുതലായിട്ട് നമുക്ക് ഹോസ്പിറ്റലും നമ്മുടെ പേഷ്യൻസും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ എന്ത് കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ പേയ്മെന്റ് കുറച്ചും കൂടി എന്താ പറയാ ഫാസ്റ്റ് ആക്കാനായിട്ട് ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതും എന്ത് വഴിയാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴിയൊക്കെയാണ് ഓൺലൈൻ പേയ്മെന്റ്സ് കൂടുതലായിട്ട് എന്ത് ചെയ്യണത് ഈസി ആക്കിയിരിക്കുന്നത്. Hospital now make the use of online payment portal to help the patient to pay their hospital bill online. ഇപ്പൊ ഹോസ്പിറ്റൽ ബിൽസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യുന്നത്. ഗൂഗിൾ പേ വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ PayTM അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് NEFT വഴിയൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. These decrease the chance of error. ഇത് എന്തിന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എറേഴ്സ് മിസ്റ്റേക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടാസ്ക് ഇസ് പെർഫോംഡ് ഇൻ ലെസ് ടൈം. കുറച്ച് ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം QR സ്കാൻ ചെയ്യുക, പൈസ അടയ്ക്കുക, അത്രേ ഉള്ളൂ നമ്മള്. കാരണം അല്ലെങ്കിൽ ഒരു വലിയ ലോങ് ക്യൂവിൽ പോയിട്ട് നമ്മൾ എല്ലാ ബില്ലും കൂടി കൂട്ടി പിടിച്ച് പൈസയും എണ്ണി കറക്റ്റ് ആയിട്ട് ആ ലോങ് ക്യൂ മൂവ് ചെയ്യുന്നതനുസരിച്ച് പോയി നിന്ന് പൈസ അടിച്ച് വരുന്നതാണ്. ഓൺലൈനായിട്ട് പൈസ പേ ചെയ്യാനാണ് എളുപ്പം. സമയം ലെസ് ടൈം കൺസ്യൂമിങ് ഓൺലൈനായിട്ട് പൈസ പേ ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ യൂസസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എടുത്ത് യൂസ് ചെയ്യേണ്ടത് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടി സേഫ് ആണ്, റെഡിലി അവൈലബിൾ ആണ്, പിന്നെ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പേഷ്യൻസിന്റെ ഡാറ്റാസ് ഒക്കെ മെഡിക്കൽ സ്റ്റാഫിന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അക്സസ് ചെയ്യാനായിട്ട് പറ്റും കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ. പിന്നെ അതേപോലെ ഡാറ്റ ലോസ് കുറവായിരിക്കും. പിന്നെ മിസ്മാച്ചും കുറവായിരിക്കും. ഇപ്പൊ പേഷ്യൻസിന്റെ പേരുകൾ തമ്മിൽ മിസ്മാച്ച് ആവണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കമ്പ്യൂട്ടറിൽ ആയതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡീറ്റെയിൽസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ മോണിറ്ററിങ്, പേഷ്യൻസിന്റെ ഓരോ ചലനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പ് കൊണ്ട് മോണിറ്റർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മോണിറ്റർ ചെയ്യാം, അദ്ദേഹത്തിനെ നിരീക്ഷിക്കാനൊക്കെ എന്ത് പറ്റും, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നിരീക്ഷിക്കാനൊക്കെ പറ്റും. ഇനി മെഡിക്കൽ റിസർച്ച് നടത്താനും കമ്പ്യൂട്ടർ ഹെൽപ്പ് ഉണ്ട്. മെഡിക്കൽ റിസർച്ച് പറഞ്ഞു. ഇനി ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. നമ്മുടെ മെഡിസിന്റെ ഒക്കെ സ്റ്റോക്ക് പ്രോപ്പർ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ കാര്യത്തിലും കമ്പ്യൂട്ടേഴ്സ് ഇപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്.
കമ്പ്യൂട്ടറൈസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ വരെ ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു, ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഇമേജിംഗ്, പിന്നെ CT സ്കാനും MRI സ്കാനും ബ്ലഡ് ടെസ്റ്റ് എക്സ്റേ ഒക്കെ എടുക്കാനൊക്കെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർക്ക് എന്തെങ്കിലും ഉപദേശം പുറത്തൊരു രാജ്യത്തുള്ള ഡോക്ടറിനോട് ചോദിക്കണം, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് നമുക്കത് പോസിബിൾ ആവുന്നുണ്ട്. ടെലിമെഡിസിൻ, ഇപ്പൊ പേഷ്യന്റും ഡോക്ടറും പല പല സ്ഥലത്താണെങ്കിൽ പോലും അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടർ അതേപോലെ സെൽഫോൺ ഹെൽപ്പ് ചെയ്ത് അവർക്ക് ടെലിമെഡിസിൻ വഴി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ പറഞ്ഞത് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞതാണ് ഓൺലൈൻ പേയ്മെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ്, നമുക്ക് ബില്ല് ഒക്കെ പേ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പ് കൊണ്ട് ഓൺലൈനായിട്ട് ബില്ലൊക്കെ പേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിന്റെ യൂസിൽ പറഞ്ഞേട്ടാ. ഇനിയാണ് ലാസ്റ്റ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. അപ്പൊ ഈ കമ്പ്യൂട്ടർ ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഇൻഫർമേഷൻസ് ഒക്കെ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോർ ചെയ്യണതും അതേപോലെ ഇതില് എന്താ പറയാ അപ്ഡേറ്റ് ചെയ്ത് ഓരോ ഇൻഫർമേഷൻസും എന്ത് ചെയ്യുന്നത്, കേൾക്കുന്നത് ആരാണ്, ഈ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ്. നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, അദ്ദേഹം എന്തൊക്കെ ജോബാണ് ചെയ്യണതെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോണേട്ടാ. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ, അതായത് നമ്മൾ ഷോർട്ട് ആയിട്ട് HIM. അപ്പൊ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ഓർഗനൈസ്, ഓവർസീ ആൻഡ് പ്രൊട്ടക്ട് ദ പേഷ്യന്റ് ഹെൽത്ത് ഇൻഫർമേഷൻ ഡാറ്റാസ്. എന്താ പറയുന്നത്, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് ഈ ഡാറ്റാസ് ഒക്കെ ഓർഗനൈസ് ചെയ്യണത്, ഓവർസീ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി മാർക്കാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർക്കാണ്. പേഷ്യന്റ് ഹെൽത്ത് ഇൻഫർമേഷൻ ഡാറ്റ വിച്ച് ഇൻക്ലൂഡ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സിംറ്റംസ്, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ എന്താ, പേഷ്യൻസിന്റെ സിംറ്റംസ് ഉണ്ടാവും, ഡയഗ്നോസിസ് എന്താ അസുഖത്തിനാണ് ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് ഉണ്ടാവും, മെഡിക്കൽ ഹിസ്റ്ററി അതിൽ പറഞ്ഞിട്ടുണ്ടാവും, അതേപോലെ ടെസ്റ്റ് റിസൾട്ട് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ ഡ്യൂട്ടീസ് ആണ്, അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദ എക്സ്ട്രാക്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ റിലേ ഓൺ ദ പ്രൊഫഷണൽ ജോബ് ടൈപ്പ്. എക്സ്ട്രാക്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, പ്രൊഫഷണൽ ടൈപ്പ് പറയാം, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. However, there are some daily tasks that most health information manager do. അതേപോലെ അദ്ദേഹം ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ചെയ്യണമെന്ന് നോക്കാം. എസ്റ്റാബ്ലിഷ്ഡ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം, നമ്മുടെ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഡ്യൂട്ടി ആരുടെയാണ്, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെയാണ്. പ്രോസസ് ടു എൻഷുർ ദ കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്. ഓരോ പേഷ്യന്റ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ ഡോക്യുമെന്റ്സും കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് കയറ്റിയിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ആക്യുറേറ്റ് ആയിട്ട്, ആക്യുറേറ്റ് എന്ന് വെച്ചാൽ എറർ ഫ്രീ ആയിട്ടാണ് കയറ്റിയിട്ടിരിക്കുന്ന കാര്യം ഉറപ്പുവരുത്തുന്ന ആരാണ്, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് ആ കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടത്. ദെൻ വർക്ക് വിത്ത് വേരിയസ് മെഡിക്കൽ സ്റ്റാഫ് ഇൻക്ലൂഡിംഗ് നഴ്സ്, ഡോക്ടേഴ്സ് ടു എൻഹാൻസ് ദ ക്വാളിറ്റി ആൻഡ് ആക്യുറസി ഓഫ് പേഷ്യന്റ് ഇൻഫർമേഷൻ. അപ്പൊ നമ്മള് ഈ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് മെഡിക്കൽ സ്റ്റാഫായിട്ടൊക്കെ നല്ല കോപ്പറേഷനോട് വർക്ക് ചെയ്യണം. കാരണം നമുക്ക് ഇൻഫർമേഷൻസ് കവർ ചെയ്യുന്നതും കൂടി അക്യൂർ ചെയ്യേണ്ടി വരും. അതേപോലെ ഡോക്ടേഴ്സ് നേഴ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പിന്നെ കോഡുകൾ, collaborating with codes to ensure secure and bug-free system for controlling health information. കുറച്ച് കോഡുകളൊക്കെ ഉണ്ട്. അപ്പൊ കോഡൊക്കെ അനുസരിച്ചിട്ട് അയക്കണം വേണം എന്ത് ചെയ്യാനായിട്ട്, ഡാറ്റാസ് ഒക്കെ സിസ്റ്റത്തിലേക്ക് കയറ്റിടാനായിട്ട്. അതേപോലെ ബഗ് ഫ്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറർ ഫ്രീ സിസ്റ്റമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സെക്യൂർ ആയിരിക്കണം, അതേപോലെ എറർ കുറച്ചിട്ട് വേണം, എറർ ഫ്രീ മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിൽ വേണം ഹെൽത്ത് ഇൻഫർമേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. മേക്ക് റെഗുലർ ഓഡിറ്റ് ടു എൻഷുർ ദ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്സ് ആൻഡ് പ്രോസസ് വിത്ത് കോംപ്ലൈ വിത്ത് ഗൈഡ് ലൈൻസ്. എന്താ പറയുന്നത്, നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, ഓഡിറ്റ് ഒക്കെ നടത്തണം. അതേപോലെ തന്നെ നമ്മുടെ ലീഗൽ സ്റ്റേറ്റിന്റെ ലോ അനുസരിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. കോപ്പറേറ്റ് വിത്ത് കംപ്ലൈൻസ് ഓഫീസേഴ്സ് ദാറ്റ് റെഗുലേറ്ററി ട്രാക്ക് ഓഡിറ്റ്. എന്താ പറയുന്നത്, നമ്മുടെ ഓഡിറ്റുകളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ റെഗുലേറ്ററി ട്രാക്ക് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്ത് ഇൻഫർമേഷൻസ് മാനേജർ നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഫ്രം തേർഡ് പാർട്ടി, അതേപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഓഡിറ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ ഇൻഷുറൻസ് കമ്പനിയോട് ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവും.
അവര് ചില പേഷ്യൻസ് എങ്ങനെയായിരിക്കും ഇൻഷുറൻസിന്റെ ക്ലെയിം വഴിയായിരിക്കും ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ക്ലെയിമിൽ ഡിനേ ഒക്കെ വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടാണോ പോണത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്, ആണ് നോക്കേണ്ടത്. അടുത്ത ഓർഗനൈസ് ആൻഡ് അനലൈസ് ഹെൽത്ത് ഇൻഫർമേഷൻ ഫോർ ബെറ്റർ യൂട്ടിലൈസേഷൻ. അപ്പൊ നമുക്ക് ഹെൽത്ത് ഇൻഫർമേഷൻ കൂടുതലായിട്ട് ഓർഗനൈസ് ആയിട്ട് അനലൈസ് ചെയ്ത് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. പ്രോസസ് ഇംപ്രൂവ്മെന്റ്, പ്രിപ്പയറിംഗ് റിപ്പോർട്ട് ആൻഡ് റിസർച്ച് പർപ്പസ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഹെൽത്ത് ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ പ്രോസസ് ചെയ്ത് നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, അത് റിസർച്ച് പർപ്പസിന് യൂട്ടിലൈസ് ചെയ്യുക. ഇതെല്ലാം ആരുടെ ഡ്യൂട്ടീസ് ആണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്ന ഡ്യൂട്ടീസ് ആണ്. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഡ്യൂട്ടീസ് ആണ്. അതിൽ കൂടുതൽ ഒരുപാട് വാസ്റ്റ് ആയിട്ടാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ ഡ്യൂട്ടീസ് വരുന്നത്. ദീസ് ആർ സം ജോബ്സ് ക്യാരിഡ് ഔട്ട് ബൈ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് എന്താണ് ഫോളോ ചെയ്യണം, ക്യാരി ചെയ്യണം കുറച്ച് ജോബുകളെ കുറിച്ചാണ് പറയുന്നത്. റിലേ ഓൺ സ്പെസിഫിക് സബ് ഫീൽഡ് വി എൻഡ് അപ്പ് ഇൻ. നമ്മ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എടുത്താണ്. വി മേ ഹാവ് മോർ സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടി. അപ്പൊ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സിന് ഈ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസ് മാത്രമല്ല, അതിൽ കൂടുതൽ ഒരുപാട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങളൊക്കെ ആര് ചെയ്യണമെന്ന് പറയണ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ചെയ്യണമെന്ന് പറയണം. അപ്പൊ ഇന്നെടുത്തത് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഫസ്റ്റ് എടുത്തതായിരുന്നു കമ്പ്യൂട്ടറിന്റെ യൂസിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. 10 യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റലിൽ പറഞ്ഞു. അതിൽ പറഞ്ഞപ്പോ മെയിൻറ്റെയിൻ പേഷ്യന്റ് റെക്കോർഡ്സ്, ഓരോ പേഷ്യൻസിന്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. മെഡിക്കൽ റിസർച്ചിന് കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻവെന്ററി മാനേജ്മെന്റിന് കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ കമ്പ്യൂട്ടേഴ്സ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഇമാജിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ടെലിമെഡിസിനും പറഞ്ഞു, കസ്റ്റമർ സർവീസ്, ഓൺലൈൻ പേയ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിനെ കുറിച്ച് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിനെ കുറിച്ച് പറഞ്ഞത്. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറാണ് ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ കമ്പ്യൂട്ടറിൽ മെയിൻറ്റെയിൻ ചെയ്യണത്. ഓരോ പേഷ്യൻസിന്റെ സിംറ്റംസും അദ്ദേഹത്തിന്റെ ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യണത്, സിസ്റ്റത്തിലേക്ക് കയറ്റി ചെയ്യണതും ആ എല്ലാ കാര്യം മെയിൻറ്റെയിൻ ചെയ്യണ ആ വ്യക്തിയെ നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. അപ്പൊ ഓക്കെ, ഇതൊന്ന് എന്ത് ചെയ്യാ, വായിച്ചു നോക്കാം. നമ്മൾ ഇന്നെടുത്ത പോർഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
എല്ലാവരുടെ കയ്യിൽ പ്രിന്റഡ് നോട്ട്സ് ഉണ്ടല്ലോ, അത് നോക്കിയല്ലേ വായിക്കുന്നത്? അതെ ടീച്ചർ. ഓക്കെ, അത് നോക്കി വായിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ 49 കംപ്ലീറ്റ് ആയിട്ടാ. നമ്മൾ എടുത്തില്ലേ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ചാപ്റ്റർ 49 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് തന്നെയാണ് ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് വരുമ്പോ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ നോക്കാം. ഒന്ന് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. വായിച്ചാൽ തന്നെ കിട്ടാവുന്ന പോർഷൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നത്.
പിന്നെ മോക്ക് ടെസ്റ്റിന് വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി സൂക്ഷിക്കണം നല്ലതായിരിക്കും. കാരണം ഫൈനൽ എക്സാമിന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഞങ്ങൾ അങ്ങനെ കുറെ എക്സാമിന്റെ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ എന്താ നമ്മുടെ ചാപ്റ്റർ 49 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ചാപ്റ്റർ 52 ആണ്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ്? കുറച്ച് പോർഷൻ എങ്ങാനും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? ഒരു എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക്. കുറച്ച് പോർഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അർച്ചന മിസ്, എനിക്ക് തോന്നുന്നു അർച്ചന മിസ്സിന്റെ പോർഷൻ ആയിരുന്നു. അപ്പൊ അത് തീരാത്തോണ്ട് എനിക്ക് തന്നതാണ്. ചാപ്റ്റർ 52 ഞാൻ ആദ്യം മുതൽ എടുക്കും. കാരണം അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ ഫ്ലോ എങ്ങനെ പോകും. അതുകൊണ്ട് നമുക്ക് 52 ആദ്യം മുതൽ എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. കമ്പ്യൂട്ടറിന്റെ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ. നമുക്ക് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആണ് പഠിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടറിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ വേണം. കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം നമുക്ക് തരും. അപ്പൊ അതിൽ നിന്ന് ഡാറ്റ എടുക്കുക അല്ലെങ്കിൽ ഇത് എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിന്റെ ബേസിക്കിലേക്ക് പോവാം. ഇനി ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് പോർഷൻ തുടങ്ങുന്നത്. എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ ആർ ദ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡാറ്റ. നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റാസ് പ്രോസസ് ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെക്കാനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? സിസ്റ്റത്തിലാണ്. They consist of hardware and software components that work together to carry out various tasks. അപ്പൊ ഈ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓരോ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹാർഡ്വെയർസും സോഫ്റ്റ്വെയറും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് കമ്പ്യൂട്ടറിൽ ഓരോ ടാസ്കും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഡൗട്ട് വന്നു, ഹാർഡ്വെയർസ് സോഫ്റ്റ്വെയർ എന്താണ്? നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എന്താണ്? The fundamental components of a computer consist of central processing unit. നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോമ്പോണന്റ് ആണ് ഏത്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU എന്ന് പറയും ഇതിനെ. പിന്നെ മെമ്മറി, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉണ്ട്, പിന്നെ എന്താണ് സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്. ഇനി ഓരോന്ന് ഏതാണെന്ന് നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തിലാണ് CPU. അതാണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. CPU എന്നാണ് ഇതിന്റെ ഷോർട്ട് ആയിട്ട് പറയണത്. അപ്പൊ എന്ത് ചെയ്യാം? ഷോർട്ട് ഫോം ചോദിക്കുക, അല്ലെങ്കിൽ CPU എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഫോം ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയണം. ഡാഷ് ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. അപ്പൊ അതും എന്ത് തന്നെയാണ്? CPU തന്നെയാണ്. ഓക്കെ, CPU തന്നെയാണ്. റെസ്പോൺസിബിൾ ഫോർ ക്യാരി ഔട്ട് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻസ്. അപ്പൊ ഈ CPU ആണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യണത്? പ്രവർത്തിക്കുന്നത്. അതേപോലെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന ആരാണ്? CPU ആണ്. The memory store the data and instruction and performs calculation. അപ്പൊ മെമ്മറിയിലാണ് നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ പോയി സ്റ്റോർ ആവുന്ന എവിടെയാണ്? മെമ്മറിയിലാണ്. മെമ്മറി രണ്ട് ടൈപ്പ് ഉണ്ട്. റാൻഡം ആക്സസ് മെമ്മറി, റാമും റീഡ് ഓൺലി മെമ്മറി, റോമും. അപ്പൊ രണ്ട് ടൈപ്പ് മെമ്മറീസ് ഉണ്ട്. ഇവിടെ മെമ്മറിന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, റാമും റോമും ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഇൻപുട്ട് ഡിവൈസ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ സിസ്റ്റത്തിനോട് കൊടുക്കുന്നത് എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കിട്ടുമല്ല, അതിനാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. നമ്മൾ സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കീബോർഡും മൗസും. ഈ മൗസ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണത്? സിസ്റ്റത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ സിസ്റ്റത്തിൽ നിന്ന് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് വഴിയാണ്, പ്രിന്റർ ഒക്കെ വഴിയാണ് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടണത്, തിരിച്ചു കിട്ടണത്. Input and output device is able to interact with the computer such as through keyboards and mouse. Storage device store the data and program for long-term use. Storage device data സ്റ്റോർ ചെയ്ത് വെക്കാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് അലോ ദ കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. ആ പറഞ്ഞിരിക്കുന്ന ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പാർട്സ് ആണ് ആ ഇമേജിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ കാണുന്നതാണ്? ഒരു മോണിറ്ററും ഒരു കീബോർഡും. അത് നമുക്ക് എന്താ പറയുക? മോണിറ്റർ, കീബോർഡ്, പിന്നെ എന്താണ് നമുക്ക് മൗസിനെ കുറിച്ചും അത്യാവശ്യം ഡീറ്റെയിൽസ് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം നമ്മൾ നേരെ കാണുന്ന എന്തൊക്കെയാണ്? മൗസ്, കീബോർഡ്, മോണിറ്റർ, പിന്നെ പ്രിന്റർ അത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സ്പീക്കർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പവർ സപ്ലൈ ഇൻപുട്ട് ആണ്. പിന്നെ എന്താണ്? GPU, അതേപോലെ ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസ്സർ, കമ്പ്യൂട്ടർ കേസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടറിൽ ഉള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇനി ഫണ്ടമെന്റൽസ് നമുക്ക് ഓരോന്ന് എന്തൊക്കെയെന്ന് നോക്കാം.
ഇതില് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻക്ലൂഡ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഹാർഡ്വെയർസ് ആണ്. ഹാർഡ്വെയർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടറിനെ നമ്മൾ എന്താ പറയുക ഹാർഡ്വെയർസ് നമുക്ക് കാണാനും ടച്ച് ചെയ്യാനൊക്കെ പറ്റും. ഫിസിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് എന്താ പറയുക ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. ലൈക്ക് ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU ഒരു ഹാർഡ്വെയർ ആണ്. മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ ഹാർഡ്വെയർസ് ആണ്. മദർ ബോർഡ് ഇതൊക്കെ എന്താണ് ഹാർഡ്വെയർസ് പറഞ്ഞത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം ഫിസിക്കൽ കമ്പോണൻസ് ആണ്. കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണൻസ് ആണ് ഇത് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ സോഫ്റ്റ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാംസ് ആണ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് എന്ത് സോഫ്റ്റ്വെയർ. മിക്ക സിസ്റ്റത്തിലും ഇപ്പൊ എന്താണ് മൈക്രോസോഫ്റ്റിന്റെ ആയിരിക്കും, വേർഡ് ആയിരിക്കും എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. നോക്കാം. പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് മേക്സ് ദ കമ്പ്യൂട്ടർ ഏബിൾ ടു പെർഫോം ടാസ്ക്. കമ്പ്യൂട്ടറിന് ആ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ഏബിൾ ആക്കണം ആ ഒരു സിസ്റ്റം, ആ ഒരു ഇതിനെ നാം എന്ത് പറയുന്നത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ. മെയിൻ ആയിട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്. ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമ്മുടെ ഭൂരിഭാഗം കമ്പ്യൂട്ടറിൽ മെയിൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആണ്. പിന്നെ MS ഓഫീസ് ഉണ്ട്, അതേപോലെ ലിനക്സ്, അങ്ങനത്തെ ഒരുപാട് എന്താണ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഉണ്ട്. ഇനി ആപ്ലിക്കേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്, അത് നമ്മുടെ ഇതിലുള്ളതാണ്, സിസ്റ്റത്തിലുള്ളതാണ്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് വേർഡ് പ്രോസസർ, വെബ് ബ്രൗസേഴ്സ്, പിന്നെ ഗെയിം ഒക്കെ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ആ ഒരു പാരഗ്രാഫിൽ തന്നെ പറഞ്ഞു സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ് ബ്രെയിൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, CPU ആണ്. ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ക്യാരി ഔട്ട് ദ ഇൻസ്ട്രക്ഷൻസ്, പെർഫോം കാൽക്കുലേഷൻസ് ആൻഡ് കൺട്രോൾ ദ ഡാറ്റ പ്രോസസിംഗ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ CPU ആണ്. നമ്മുടെ കമ്പ്യൂട്ടർ ബ്രെയിൻ ആണ് എന്ത് CPU എന്ന് പറയുന്നത്. ഇനി മെമ്മറി, ഡാറ്റാസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണ്ടല്ലോ, അത് എവിടെയാണ്, ഈ മെമ്മറിയിലാണ്. Temporary storage space where the computer store the data and instructions that are currently used. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്, മെമ്മറിയിലാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് റാൻഡം ആക്സസ് മെമ്മറി. ഞാൻ പറയാം റാം എന്ന് പറഞ്ഞല്ല, അതാണ് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് ക്യാഷ് മെമ്മറി. രണ്ട് ടൈപ്പ് മെമ്മറിയുടെ കാര്യം പറയുന്നത്. റാൻഡം ആക്സസ് മെമ്മറി ഫുൾ ഫോം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, നോക്കാം കേട്ടോ. മെമ്മറിയിലാണ് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്ത് വെക്കുന്നത്, കമ്പ്യൂട്ടർ ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി സ്റ്റോറേജ് ആണ് പറയുന്നത്. പെർമനന്റ് സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്, എന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, പിന്നെ സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഡ്രൈവുകൾ, പെൻ ഡ്രൈവ്, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. യൂസ് ടു സ്റ്റോർ ഡാറ്റാസ്, പ്രോഗ്രാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഈവൻ ദ ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഇസ് പവർഡ് ഓഫ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസിന്റെ കാര്യമാണ്, അത് IOU ഡിവൈസ് എന്ന് പറയുന്നത്. There are devices used to interact with the computer like a keyboard, mouse. നമുക്ക് ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്, മൗസ്. നമ്മൾക്ക് കമ്പ്യൂട്ടറിനോട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും, കീബോർഡും മൗസും യൂസ് ചെയ്താൽ നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ തിരിച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ മോണിറ്റർ, പ്രിന്റർ ഒക്കെ എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. മോണിറ്റർ, പ്രിന്റർ, പിന്നെ സ്കാനർ ഒക്കെ വഴിയാണ് നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടണത്. ഈ സ്കാനറും ഇൻപുട്ട് ഡിവൈസ് ആണ്. നമ്മൾ സ്കാൻ ചെയ്ത ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾ ദ കമ്പ്യൂട്ടേഴ്സ് റിസോഴ്സ്, കൺട്രോൾ ഹാർഡ്വെയർ ഡിവൈസ് ആൻഡ് പ്രൊവൈഡ് ദ യൂസർ ഇൻഫറൻസ് ഫോർ ഇന്ററാക്ടിംഗ് വിത്ത് കമ്പ്യൂട്ടർ. നമ്മൾ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള കാര്യം, കമ്പ്യൂട്ടർ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ആയിരിക്കും, പറഞ്ഞല്ലോ നേരത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതായിരിക്കും എന്നുള്ള കാര്യം. അതാണ് നമുക്ക് എങ്ങനെയാണോ കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ പറഞ്ഞു, ഹാർഡ്വെയർസിനെ കുറിച്ച് പറഞ്ഞു, സോഫ്റ്റ്വെയർ പറഞ്ഞു, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് CPU ആണ് ബ്രെയിൻ എന്ന് പറഞ്ഞു, മെമ്മറിയുടെ കാര്യം പറഞ്ഞു, പിന്നെ സ്റ്റോറേജ്, നമ്മുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. റാൻഡം ആക്സസ് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു, മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ച് പറഞ്ഞു, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് വായിച്ചു നോക്കിയത്, ഇപ്പൊ ഇന്നെടുത്ത് ഇത്രയും പോർഷൻ ഒന്ന് വായിച്ചു നോക്കി. കമ്പ്യൂട്ടറിന്റെ ബേസിക് ഒരു 5 മിനിറ്റ് കേട്ടോ, വായിച്ചു നോക്കിയ.
ഓക്കെ, അപ്പൊ അത്രയും വായിച്ചെല്ലാവരും. Yes, teacher. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
എടുത്ത പോർഷനോ അല്ലെങ്കിൽ എടുത്ത പോർഷനിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. നേരത്തെ എടുത്ത പോർഷൻ ചാപ്റ്റർ 49 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. ഡൗട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്റെ സ്പീഡ് കൂടുതലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അല്ല, അടുത്ത ടോപ്പിക്ക് നമ്മൾ എടുക്കാൻ പോണതിന് നമ്മുടെ സോഫ്റ്റ്വെയർസ് ആണ്. ഇത് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് പറഞ്ഞു പോണു, എടുക്കണില്ല. ഇനി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാവുമല്ലോ, അപ്പൊ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഇനി പറഞ്ഞു പോണുള്ളൂ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. വേർഡിലായിരിക്കും നമ്മൾ എന്ത് അതൊരു യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ്. ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടെ ലെറ്റേഴ്സ്, റിപ്പോർട്ടുകൾ, റിപ്പോർട്ട് ഒക്കെ ഇല്ലേ ഹോസ്പിറ്റലില് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വേർഡ് വഴിയാണ് സെൻഡ് ചെയ്യുന്നത്. ഒരു വേർഡ് ഡോക്യുമെന്റ് ആണ് ഇതിന്റെ ഇമേജ് കാണിച്ചിരിക്കുന്നത്. വേർഡിന്റെ ഒരു ഡോക്യുമെന്റിന്റെ ഇമേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഫയല്, ഹോം, ഇൻസേർട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ. റൂളേഴ്സ് നമുക്ക് സ്ക്രോൾ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡോക്യുമെന്റ് ഹെഡർ, ഡോക്യുമെന്റ് ഏരിയ, വ്യൂ ബട്ടൺ, സൂം, പിന്നെ ടാബ്, പിന്നെ ആക്റ്റീവ് ടാബ്സ്. ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ ഇൻസേർട്ട് ഇപ്പോൾ നമുക്ക് ടേബിളാ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജ് ഒക്കെ ഇതിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ പറ്റും. പിന്നെ പുതിയ ഫയൽ എടുക്കാൻ ന്യൂല് പോകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേർഡ് ആയിട്ട് റിലേറ്റ് ചെയ്യണമെന്നുണ്ട്. അവരുടെ പറഞ്ഞ് തിയറി ആയിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. പ്രാക്ടിക്കൽ നോളജ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഒരു സിസ്റ്റം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് തുറന്ന് നോക്കാൻ വേർഡ് എന്താണെന്നുള്ളത്. ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. ഈ ഹോസ്പിറ്റലുകളിലൊക്കെ പവർ പോയിന്റ് യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഡോക്ടർ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൽനെസിനെ കുറിച്ചോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പവർ പോയിന്റ് അല്ല കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ പവർ പോയിന്റ് വെച്ചിട്ട് സ്ലൈഡുകളിൽ ഓരോ കാര്യങ്ങളും ഓരോ സ്ലൈഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ക്ലിനിക്കൽ പ്രസന്റേഷന് വേണ്ടിയിട്ടൊക്കെ പവർ പോയിന്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്, സ്പ്രെഡ്ഷീറ്റ് ആണ്. ഈ കാണുന്നതാണ് ബില്ലൊക്കെ എടുക്കൂലേ, ആ സമയത്തൊക്കെ മെഡിസിന്റെ ഒക്കെ ഡീറ്റെയിൽസ്, ബില്ല്, അതേപോലെ ഡിസ്കൗണ്ട്, അങ്ങനെ പ്രൈസ് ഒക്കെ കാൽക്കുലേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സൽ യൂസ് ചെയ്യും. ദെൻ എക്സൽ കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇമെയിൽസ് അയക്കാൻ, വോയിസ്, വീഡിയോ, സോഷ്യൽ മീഡിയാസ്, ഫയൽ ഷെയറിങ്, അതൊക്കെയാണ് ഇമെയിൽസിന്റെ കാര്യത്തിൽ വരുന്നത്. പിന്നെ വെബ് യൂസ്, ബ്രൗസേഴ്സിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വെബ് പേജ് ഉണ്ടല്ലോ, അവിടെ ഗൂഗിളൊക്കെ, ഗൂഗിൾ, ക്രോം, മോസില്ല ഫയർഫോക്സ്, ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഇതൊക്കെ നമ്മ ഗൂഗിൾ ഇങ്ങനത്തെ ചിഹ്നം കണ്ടിട്ടല്ലേ. ഇതൊക്കെയാണ് ഇത് നമ്മുടെ വെബ്, ഈ വെബ് എന്ന് പറയുന്ന സംഭവം. അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ സെക്യൂരിറ്റീസ് കാര്യങ്ങൾ പറയും. അതൊരു ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ബാക്കി പോർഷൻ അടുത്ത ക്ലാസ്സുകളിലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ കൂടുതലാവും. താങ്ക് യു. താങ്ക് യു ടീച്ചർ.